2019 സ്കീം ചോദിച്ച ക്വസ്റ്റ്യൻ ആണിത്. അപ്പൊ ലൈൻ ആർ എസ് ഹാവിംഗ് ലെങ്ത് 90 mm. അപ്പൊ നമുക്ക് എന്തൊക്കെ തന്നു? നമുക്ക് ഇവിടെ നോക്കാം, സൈഡിൽ എഴുതാം. നമുക്ക് തന്നിരിക്കുന്നത് ട്രൂ ലെങ്ത്, ഇത് കാണുന്നില്ലേ ടി എൽ എഴുതിയത്, ട്രൂ ലെങ്ത് ഈക്വൽ ടു 90 mm. ദാറ്റ് മീൻസ് ആർ എസ് ആയതുകൊണ്ട് ആർ ഡാഷ് S1 ഡാഷ് അല്ലെങ്കിൽ ആർ S2. ഓക്കെ, ഇതിന്റെ ലെങ്ത് ആണ് 90 mm തന്നിരിക്കുന്നത്. ലൈൻ ഈസ് ഇൻക്ലൈൻ 30 degree to HP and 45 degree to VP. That means line is inclined theta equal to 30 degree and 45 degree to VP. So phi equal to 45 degree. Okay. ഇത്രയും ഡാറ്റാസ് തന്നു. ഇനി എന്താ, R is 10 mm above HP and 15 mm in front of VP. That means R dash equal to എത്രയാണ്? 10 mm. 10 mm above XY line ആയിരിക്കും, കാരണം above HP ആണ്. And R 15 mm in front of VP. 15 mm in front of VP means എന്താണ്? VP ക്ക് 15 mm in front എന്നാൽ XY line താഴെ 15 mm. ഓക്കെ, ഈ പ്രോബ്ലം ചെയ്യണം. ഈ പ്രോബ്ലം ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യും? ഇതിന്റെ എന്താണ്, ഇനി ക്വസ്റ്റ്യൻ ഞാൻ മാറ്റിയാണ്, കാരണം ക്വസ്റ്റ്യൻ നമുക്ക് ആവശ്യമില്ലല്ലോ, കണ്ടല്ലോ. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ പ്രോബ്ലം ചെയ്യണം. ജനറൽ ഫിഗർ ലൈൻ അത് ജസ്റ്റ് വരയ്ക്കുന്നു. ഓക്കെ, XY ലൈൻ, പിന്നെ ആറിന്റെ ടേമിൽ തന്നെ കൊടുക്കുന്നു. ആർ ഡാഷ് നമുക്കറിയാം, ആർ അറിയാം. ഓക്കെ, അപ്പൊ ആർ ഡാഷിലൂടെ ഒരു ലോക്കസ് ലൈൻ വരയ്ക്കുന്നു, ലോക്കസ് ലൈൻ വരയ്ക്കുന്നു. നമുക്ക് തീറ്റ ഡിഗ്രി ഇൻക്ലൈൻ ടു HP എന്നുള്ള കൺസെപ്റ്റില്, അതായത് ആർ ഡാഷ് S1 ഡാഷ് വരയ്ക്കുന്നു. S1 ഡാഷ്, ആർ ഡാഷ് S1 ഡാഷിന്റെ ടോപ്പ് വ്യൂ പ്രൊജക്ട് ചെയ്താൽ ഓക്കെ ഇവിടെ S1 കിട്ടുന്നു. ഇനി ഇവിടെ ഇൻക്ലിനേഷൻ, ഈ നമ്മുടെ കേസിൽ ഇത് 30 ഡിഗ്രി ആണ്, ഇത് 45 ഡിഗ്രിയിൽ ഈ ലെങ്ത് ഈക്വൽ ടു 90 mm ആണ്. നമ്മൾ ക്വാഡ്രന്റ് നോക്കിയില്ലേ, ജനറൽ ഫിഗർ ആയിട്ട് പറയാം. ഓക്കെ, S2 ആണ്, S2ന്റെ ഫ്രണ്ട് വ്യൂ S2 ഡാഷ്. അപ്പൊ ഇതിനെ ഇവിടത്തേക്ക് റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അതേപോലെ ഇതിനെ ഇവിടത്തേക്ക് റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫൈനൽ ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ കിട്ടും. ഞാൻ കളർ മാറ്റാണ്. അതാണ് നമ്മുടെ ഫൈനൽ ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ. അപ്പൊ അത് നോക്കുമ്പോൾ ഈ ഒരു പ്രൊജക്ടർ ലൈനിലായിരിക്കും. ഇവിടെ അത് S ഡാഷ് ആണ്, ഇത് S ആണ്. ഇങ്ങനെ ഒരു ആൻസർ ആണ് നമ്മൾ ജനറൽ ഫിഗറിൽ വരുന്നത്. ഇനി നമുക്ക് ഇവിടെ എങ്ങനെയാന്ന് നോക്കാം. ഗിവൺ ഡാറ്റ പ്ലോട്ട് ചെയ്യാം. ഗിവൺ ഡാറ്റ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? ആർ ഡാഷും ആറും തന്നിട്ടുണ്ട് അല്ലേ. അപ്പൊ എന്ത് ചെയ്യാം, നമുക്കൊരു തിൻ ലൈന് വരയ്ക്കാം. ഓക്കെ, തിൻ ലൈന് ജസ്റ്റ് വരയ്ക്കുന്നു. അപ്പൊ എക്സ് ആണത്, എക്സ് പിന്നെ വൈ. ഓക്കെ, എക്സ് വൈ ലൈന് വരച്ചു കഴിഞ്ഞു. ആർ ഡാഷും ആറും ലൊക്കേറ്റ് ചെയ്യണം. ആർ ഡാഷും ആറും ലൊക്കേറ്റ് ചെയ്യണമെങ്കിൽ ആർ ഡാഷ് 10 mm എബോവ് എക്സ് വൈ ലൈനാണ്. ടെൻ mm എബോവ് ആയിട്ട് എന്ത് ലൊക്കേറ്റ് ചെയ്യണം? ആർ ഡാഷ് ലൊക്കേറ്റ് ചെയ്യണം. അതേപോലെ 15 mm ബിലോ ആയിട്ട്. അപ്പൊ ഞാൻ ഇവിടെ കണ്ടോ 15 എടുക്കുകയാണ്. 15 ഒറ്റ ലൈന് വരച്ചു പോവാണ്. 15 ഇതുമായിട്ട് എക്സ് വൈ ലൈനായിട്ട് കോയിൻസൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലേ. നമുക്ക് തിൻ ലൈനാണ് വരയ്ക്കേണ്ടത്. 15 mm. അപ്പൊ ഇവിടെ 0-ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് 0-ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് 15-ഉം പ്ലസ് 10 mm അല്ലേ. അപ്പൊ 25 വരെ നമുക്ക് ലൈന് വരയ്ക്കാം. ആ ലൈന് വരച്ചു കഴിഞ്ഞു. ശരി, എന്ത് ചെയ്യണം?
ഇത് നെയിം ചെയ്യണം. അതേതാണ്? ഇത് എ ഡാഷ് ആണ് അല്ലേ? ആർ ഡാഷ് അല്ലേ? സോറി, ആർ ഡാഷ് ആണ്. മാറിപ്പോയി. ആർ ഡാഷ്. ഓക്കെ, അപ്പൊ ഇതിന് ആർ ഡാഷ് എന്ന് കൊടുക്കുകയാണ്. അതേപോലെ താഴെ വരുന്ന ഏതാ? ആർ ആയിരിക്കും. ഓക്കെ, ഇത് ആർ. അപ്പൊ നമ്മളിത് ഇവിടെ കൊണ്ടുവച്ച് ഇതിന് പാരലാക്കി വെച്ചുകൊണ്ട് കറക്റ്റ് ഈ പോയിന്റിലൂടെ തന്നെ എടുക്കുക. കറക്റ്റ് പാരലാക്കി വെച്ചുകൊണ്ട് ലൈൻ എടുത്തിട്ട് ലൈൻ വരയ്ക്കുന്നു. അപ്പൊ ഈ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞു. ഇനി എന്താ നമുക്ക് ചെയ്യാനുള്ളത്? നമുക്ക് 30 ഡിഗ്രി ഇൻക്ലൈൻഡ് ആയിട്ട് എസ് വരയ്ക്കണം. അവിടെയാണ് ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്. എന്താണ്? നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. ഈ പ്രോബ്ലത്തിൽ എന്ത് പറഞ്ഞിട്ടുണ്ട്? ഈ പ്രോബ്ലത്തിൽ ഇവിടെ എന്ത് തന്നിരിക്കുകയാണ്? ദ എൻഡ് എസ് ഈസ് ഇൻ സെക്കൻഡ് ക്വാഡ്രന്റ്. ഇതാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. കാരണം കുറെ പേര് ഇത് ചെയ്തു വെച്ചിട്ടുണ്ടാവും. ഇത് തെറ്റാണ്. കാരണം എന്താ? ഇവിടെ എസ് ഈസ് ഇൻ ഫസ്റ്റ് ക്വാഡ്രന്റ് ആണ്. അതായത് എസ് ഡാഷ് എബോ എക്സ് വൈ ലൈൻ, എസ് ബിലോ എക്സ് വൈ ലൈൻ എന്ന് പറഞ്ഞാൽ എപ്പോഴാ വരിക? ഇത് എബോ എച്ച് പിയും പിന്നെ ഇൻ ഫ്രണ്ട് ഓഫ് വി പി ആണ്. ഓക്കെ, അപ്പൊ അങ്ങനെ വരുമ്പോ ഒബ്ജക്റ്റ് ഈസ് ഇൻ പോയിന്റ് ഈസ് ഇൻ ഫസ്റ്റ് ക്വാഡ്രന്റ്. അപ്പൊ ഇതിന് തൊട്ട് മുമ്പുള്ള പ്രോബ്ലത്തിൽ ഇങ്ങനെ ഒരു കാര്യം സ്പെസിഫൈ ചെയ്യില്ല. ഇവിടെ വരെ ഉണ്ടാവും എന്റെ ഡ്രോ ദ പ്രൊജക്ഷൻസ് ഓഫ് ദ ലൈൻ ഉണ്ടാവും. ഓക്കെ, 15 ഇൻ ഫ്രണ്ട് ഓഫ് വി പി ആൻഡ് ഡ്രോ ദ പ്രൊജക്ഷൻസ് ഓഫ് ദ ലൈൻ മാത്രമേ ഉണ്ടാവും. അപ്പൊ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ക്വാഡ്രന്റ് ആണെന്നുള്ള അസംഷനിലാണ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് ലൈൻ എങ്കിൽ, ഇത് ക്വാഡ്രന്റ് ആണെങ്കിൽ, ഓക്കെ, ഇത് ഫസ്റ്റ് എച്ച് പി ആണെങ്കിൽ നമ്മൾ യൂഷ്വലി ഇങ്ങോട്ടേക്കാണ് എടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 30 ഡിഗ്രി ഇൻക്ലൈൻ ടു എച്ച് പി, 45 ഡിഗ്രി ഇൻക്ലൈൻ ടു വി പി, ഇങ്ങനെ നമ്മൾ എടുക്കും. ഓക്കെ, ഇത് ക്വാഡ്രന്റ്, ഞാനാണ് വി പി എങ്കിൽ, എന്റെ കൈയാണ് എച്ച് പി എങ്കിൽ നമ്മൾ ഒന്നും നോക്കില്ല, ഫസ്റ്റ് ക്വാഡ്രന്റിൽ വരുന്ന രീതിയിൽ എടുക്കും. ബട്ട് ഈ പ്രോബ്ലത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻഡ് ബി ഇസ് ഇൻ സെക്കൻഡ് ക്വാഡ്രന്റ്. അപ്പൊ ഞാനാണ് വി പി എന്ന് കരുതുക. വി പിക്ക് വളരെ അടുത്തല്ല ഇത്, വി പിക്ക് 15 mm ഇൻ ഫ്രണ്ട് ആണ്. ഓക്കെ, അതേപോലെ എച്ച് പിക്ക് 10 mm മാത്രമേ എബോ ഉള്ളൂ. അപ്പൊ നമുക്ക് ഈ 30 ഡിഗ്രി ഈ ഡയറക്ഷനിലേക്ക് എടുക്കാം, താഴോട്ടേക്ക് എടുക്കാം. താഴോട്ടേക്ക് എടുത്തു കഴിഞ്ഞാൽ എൻഡ് ബി എവിടത്തേക്ക് പോകും? എച്ച് പിന്, ഇതാണ് എച്ച് പി എങ്കിൽ എച്ച് പിനെ ക്രോസ് ചെയ്ത് താഴോട്ടേക്ക് പോകില്ലേ? എച്ച് പിയിലൂടെ പാസ് ചെയ്ത് താഴോട്ടേക്ക് പോകില്ലേ? അങ്ങനെ വരാൻ സാധ്യതയില്ലേ? അപ്പൊ എൻഡ് ബി ഫസ്റ്റ് ക്വാഡ്രന്റിലാണോ? അല്ല, എൻഡ് ബി ഇൻ ഫോർത്ത് ക്വാഡ്രന്റ് ആയിരിക്കും. ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഫോർത്ത് ക്വാഡ്രന്റ് ആയിരിക്കും. അത് മനസ്സിലാക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ അങ്ങനെ എടുക്കാറില്ല. നമുക്ക് ഗിവൺ എളുപ്പത്തിന് വേണ്ടി നമ്മൾ അത് തന്നെ യൂസ് ചെയ്യുന്നു. ബട്ട് പ്രോബ്ലത്തിൽ ഇതേപോലെ സ്പെസിഫൈ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആ ഡയറക്ഷൻ നോക്കണം. അപ്പൊ അതുകൊണ്ട് നമ്മൾ നോക്കേണ്ടത് പറഞ്ഞാൽ ഇവിടെ സെക്കൻഡ് ക്വാഡ്രന്റ് ആണെന്ന് പറഞ്ഞു. സെക്കൻഡ് ക്വാഡ്രന്റിലാണ് ഒരു പോയിന്റ് എങ്കിൽ, ഒരു പോയിന്റ് സെക്കൻഡ് ക്വാഡ്രന്റ് ഇമാജിൻ ചെയ്യാം. നിങ്ങൾ ഇരിക്കുന്ന റൂം ഫസ്റ്റും അപ്പുറത്തെ റൂം, ആ വോള് വി പി ആണെങ്കിൽ വോളിന്റെ നേരെ ബിഹൈൻഡ് ആയിട്ടുള്ള റൂമാണ് സെക്കൻഡ് ക്വാഡ്രന്റ്. ഒരു പോയിന്റ് സെക്കൻഡ് ക്വാഡ്രന്റിലാണെങ്കിൽ അത് എബോ എച്ച് പി ആയിരിക്കണം, ബിഹൈൻഡ് വി പി ആയിരിക്കണം. ഓക്കെ, അങ്ങനെ വരുമ്പോ ഈ ഡ്രോയിങ്ങിൽ എബോ എച്ച് പിയും ബിഹൈൻഡ് വി പിയും വരണമെങ്കിൽ ഈ നമ്മൾ ലൈൻ പാരലൽ ടു ബോത്ത് എച്ച് പി ആൻഡ് വി പിനെ ഇൻക്ലൈൻ ടു എച്ച് പി ആക്കുമ്പോൾ ഇത് മുകളിലോട്ടേക്ക് ഇൻക്ലൈൻ ചെയ്യിപ്പിക്കണം. അതായത് എച്ച് പിക്ക് എവേ ആയിട്ട് ഇൻക്ലൈൻ ചെയ്യിപ്പിക്കണം. എച്ച് പിക്ക് ടുവാൾസ് ആണ് ചെയ്യുന്നതെങ്കിൽ ഇത് 10 mm ഇൻ ഫ്രണ്ട് ആയതുകൊണ്ട്, 10 mm എബോ ആയതുകൊണ്ട് താഴോട്ട് പോകും. ഇത് കുറേ മുകളിലാണെങ്കിൽ ലൈനിൽ കുറേ മുകളിലാണ് എച്ച് പി താഴെ കിടക്കുന്ന കരുതുക. അങ്ങനെയാണെങ്കിൽ ഇത് പിന്നെ ഫസ്റ്റ് ക്വാഡ്രന്റ് തന്നെ വരും. കാരണം ഈ ലൈനിന്റെ ലെങ്ത് 90 mm ആണ്. ഇങ്ങനെ വരുമ്പോൾ 30 ഡിഗ്രി എടുക്കുമ്പോൾ ഇത് ഇനിയും ഇവിടെ സ്പേസ് ഉണ്ടെങ്കിൽ അത് ഫസ്റ്റ് ക്വാഡ്രന്റ് ആയിരിക്കും. ബട്ട് പ്രോബ്ലത്തിൽ നമുക്ക് 10 mm തന്നു. ഓക്കെ, അപ്പൊ 30 ഡിഗ്രി മുകളിലോട്ടേക്ക് തന്നെ എടുക്കണം. എന്നാൽ മാത്രമേ ഇതെന്ത് വരൂ? എബോ എച്ച് പി ആവും. അപ്പൊ നമ്മുടെ കണ്ടീഷൻ ആണ് എബോ എച്ച് പി ആവണം, ബിഹൈൻഡ് വി പി ആണ്. ഇപ്പൊ എബോ എച്ച് പി ഇൻ ഫ്രണ്ട് വി പി അല്ലേ ഇപ്പൊ കിടക്കുന്നത്? വി പി ആണെങ്കിൽ വി പിക്ക് ഇൻ ഫ്രണ്ട് അല്ലേ? ഇനി ഇത് ഇങ്ങോട്ടേക്ക് പോവാണെങ്കിൽ നമുക്ക് 45 ഡിഗ്രി എടുക്കുമ്പോൾ വി പിക്ക് പാരലാണ്. ഇപ്പോ വി പിക്ക് ഇൻക്ലൈൻ 45 ഡിഗ്രി എടുക്കുമ്പോൾ ഈ ഡയറക്ഷനിൽ ഇൻക്ലൈൻ ചെയ്യിപ്പിക്കാം, ഈ ഡയറക്ഷനിലും ഇൻക്ലൈൻ ചെയ്യിപ്പിക്കാം. ഓക്കെ, അപ്പൊ ഈ ഡയറക്ഷനിലേക്ക് ഇൻക്ലൈൻ ചെയ്യുമ്പോൾ വി പി പോയിന്റ് ബി ഇൻ ഫ്രണ്ട് തന്നെയാണ്. ഇനി ഈ ഡയറക്ഷനിലേക്ക് ഇൻക്ലൈൻ ചെയ്യിപ്പിക്കുമ്പോൾ ഈ ഡിസ്റ്റൻസ് 50 മാത്രമേ ഉള്ളൂ. ഓക്കെ, അതുകൊണ്ട് ഇത് 45 ഡിഗ്രി ഇൻക്ലൈൻഡ് ആകുമ്പോഴേക്കും എന്റെ ബാക്കിലോട്ട്, ഞാനാണ് വി പി എങ്കിൽ എന്റെ ബാക്കിലോട്ടേക്ക് പോകുന്നു. അപ്പൊ ബാക്കിലോട്ടേക്ക് പോകുമ്പോൾ എന്താ? വി പിക്ക്, ഞാനാണ് വി പി എങ്കിൽ വി പിക്ക് ബിഹൈൻഡ് ആണ്. അപ്പൊ ഈ ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യണം.
എന്നുള്ളതാണ് ഈ പ്രോബ്ലത്തിന്റെ ഹൈലൈറ്റ്. ഓക്കെ, ക്ലിയർ അല്ലേ? ഞാൻ വീഡിയോ ഓഫ് ചെയ്യാണ്. ഡൗട്ട്സിന്റെ ഒന്നുകൂടെ പറഞ്ഞുതരാം. നമ്മൾ പാരലൽ ടു ബോത്ത് എച്ച് പി ആൻഡ് വി പി, ഇൻക്ലൈൻ ടു എച്ച് പി, ഇൻക്ലൈൻ ടു വി പി, ഇങ്ങനെയാണ് എടുത്തിരിക്കുന്നത്. നമുക്കത് പല രീതിയിൽ എടുക്കാം. പാരലൽ ടു ബോത്ത് എച്ച് പി ആൻഡ് വി പി ഇങ്ങോട്ടേക്ക് എടുക്കാം, ഇത് ഇൻക്ലൈൻ ടു എച്ച് പി ആയി. ബട്ട് ഇങ്ങോട്ടേക്ക് എടുക്കുമ്പോൾ സ്പെസിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നോക്കണ്ടൂ, ഇല്ലെങ്കിൽ നമ്മൾ ഫസ്റ്റ് ക്വാഡ്രന്റ് തന്നെ എടുക്കുക. ഇവിടെ എൻ ഡി ബി ഇസ് ഫോർത്ത് ക്വാഡ്രന്റിനാണ് തന്നതെങ്കിൽ നമ്മൾ താഴോട്ടേക്ക് എടുക്കണമായിരുന്നു. ഓക്കെ, സെക്കൻഡ് ക്വാഡ്രന്റ് തന്നതുകൊണ്ട് നമ്മൾ മുകളിലേക്ക് എടുത്തു. ഫസ്റ്റ് ക്വാഡ്രന്റ് ആണെങ്കിൽ മുകളിലാണ്, കാരണം ഫസ്റ്റ് സെക്കൻഡ് ക്വാഡ്രന്റില് എബോ എച്ച് പി ആണ് വരിക. ഓക്കെ, അതുകൊണ്ട് ഇത് മുകളിലേക്ക് എടുത്തു. അടുത്തത് നമ്മൾ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഡയറക്ഷൻ റൊട്ടേറ്റ് ചെയ്യാം, ഈ ഡയറക്ഷനിൽ 45 ഡിഗ്രി എടുക്കാം. ഓക്കെ, അപ്പൊ ഇത് സെക്കൻഡ് ക്വാഡ്രന്റ് പ്രോബ്ലം തന്നത് കൊണ്ട് മാത്രം നമുക്ക് ഈ ഡയറക്ഷനിലേക്ക് എടുക്കാൻ പറ്റില്ല. ഈ ഡയറക്ഷൻ എടുക്കുന്ന വീണ്ടും വി പിക്ക് ഇൻഫ്രണ്ട് ആണ്. വി പിക്ക് ബിഹൈൻഡ് ആകണമെങ്കിൽ ഈ ഡയറക്ഷനിലോട്ടേക്ക് 45 ഡിഗ്രി എടുക്കണം. ബോർഡ് കാണുന്നില്ലേ? ഓക്കെ, അപ്പൊ പറഞ്ഞു വരുന്ന പറഞ്ഞു കഴിഞ്ഞാല് ഈ എസും എസ് ഡാഷും എവിടത്തേക്ക് പോകണം? മുകളിലോട്ടേക്ക് പോകണം. അങ്ങനെ അത് മുകളിലോട്ടേക്ക് പോകണമെങ്കിൽ നമ്മൾ ഇവിടെ നേരത്തെ 45 ഡിഗ്രി ഇങ്ങോട്ടേക്കല്ലേ എടുത്തത്? ഈ 45 ഡിഗ്രി ഇങ്ങനെ എടുക്കണം. ഇതാണ് ഈ പ്രോബ്ലത്തിന്റെ ഡിഫറൻസ്. ഇത് മനസ്സിലായിട്ടുണ്ടോ? മനസ്സിലായി അല്ലെങ്കിൽ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, അതായത് നമുക്ക് ഈ 30 ഡിഗ്രി ആർ ഡയറക്ഷൻ ഈ ഡയറക്ഷനിലേക്കല്ലേ 30 എടുത്തത്, നമുക്ക് ഇങ്ങോട്ടേക്കും 30 എടുത്തൂടെ? ഈ ഡയറക്ഷനിൽ 30 എടുത്തൂടെ? അതായത് ഈ ഡയറക്ഷനിലേക്ക് 30 എടുക്കാം, ഈ ഡയറക്ഷനിലേക്ക് എടുക്കാം. ഓക്കെ, നേരത്തെ നമ്മൾ നോക്കാത്തതാണ്, നമ്മൾ ഫസ്റ്റ് ക്വാഡ്രന്റിൽ അസംപ്ഷൻ ആയതുകൊണ്ടാണ് മുകളിലോട്ടേക്ക് എടുക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ എബോ എച്ച് പി വേണം, കാരണം എബോ സെക്കൻഡ് ക്വാഡ്രന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡ് ക്വാഡ്രന്റ് ആണെങ്കിൽ എബോ എച്ച് പി ആയിരിക്കും, പിന്നെ ബിഹൈൻഡ് വി പി ആയിരിക്കും. എന്ന് പറഞ്ഞാൽ എക്സ് ലൈന് മുകളിലായിരിക്കണം ഫ്രണ്ട് വ്യൂ. അപ്പൊ അതുകൊണ്ട് 30 ഡിഗ്രി ഈ ഡയറക്ഷനിൽ എടുക്കാൻ പറ്റും, ഈ ഡയറക്ഷൻ എടുത്തുവിടാം. അടുത്ത കേസ് വരുമ്പോൾ നമ്മൾ ഈ ഡയറക്ഷൻ എടുത്താൽ തെറ്റിപ്പോയി. കാരണം എന്താണ്? ആൻസർ ഇത് ഫസ്റ്റ് ക്വാഡ്രന്റ് എന്നുള്ള ആൻസർ ആണ്. ഇവിടെ ഫസ്റ്റ് അല്ല, നമ്മളോട് എന്താ പറഞ്ഞിരിക്കുന്നത്? സെക്കൻഡ് ക്വാഡ്രന്റ് ആണ് പ്രോബ്ലം തന്നിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം? എന്താണ് ആവശ്യം വരുന്നത്? ഈ 45 ഡിഗ്രി എടുക്കുമ്പോൾ താഴോട്ടേക്ക് എടുക്കുന്നതിന് പകരം മുകളിലോട്ടേക്ക് എടുക്കണം. അതാണ് ഈ പ്രോബ്ലത്തിലെ ഡിഫറൻസ്. അങ്ങനെ വരുമ്പോൾ ഈ എസും S1 S2 ഒക്കെ ഈ മുകളിലേക്ക് വന്നു പറഞ്ഞാൽ എന്താണ്? ബിഹൈൻഡ് വി പി ആകുമ്പോൾ അല്ലേ ടോപ്പ് വ്യൂ എക്സ് ലൈന് മുകളിലാകുക. അപ്പൊ ബിഹൈൻഡ് വി പി എബോ എച്ച് പി. അപ്പൊ നമ്മുടെ ആൻസർ ശരിയാണ്, സെക്കൻഡ് ക്വാഡ്രന്റ് ആണ്. ഇനി ഞാനിത് വരയ്ക്കുന്നത് ഒന്നുകൂടെ പറഞ്ഞുതരാം. ക്ലിയർ അല്ലേ? ഡൗട്ട് ഉണ്ട് ചോദിക്കട്ടോ. ഞാനിത് ഒഴിവാക്കാണ്, വരയ്ക്കാൻ പോവാണ്. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ. 30 ഡിഗ്രി മെഷർ ചെയ്യണം അല്ലേ? 30. തൽക്കാലം 30.1 എടുക്കുന്നു കേട്ടോ, കാരണം അത് കറക്റ്റ് കിട്ടുന്നില്ല. ഇനി നമ്മൾ ലൈൻ എടുത്ത് വരയ്ക്കണം. അതിന് ഞാൻ ഇതിനെ ഇവിടെ 0 കൊണ്ടുപോയി വെക്കുന്നു. തിക്ക് ലൈൻ യൂസ് ചെയ്തിട്ടല്ലേ വരയ്ക്കുക, അതും 90 mm. അപ്പൊ 0 to 90. അപ്പൊ ഇവിടെ കിട്ടിയിരിക്കുന്നത് ഏതാണ്? ആർ ഡാഷ് S1 ഡാഷ് ഇവിടെ കൊടുക്കും. S1 ഡാഷ് കൊടുക്കും. S1 ഡാഷ് ആർ ഡാഷ് S1 ഡാഷ് വെച്ചു ഇവിടെ കൊണ്ടുപോയി വെച്ചിട്ട് തിൻ ലോക്കസ് ലൈന് വരയ്ക്കണം. അപ്പൊ ലോക്കസ് ലൈൻ തിൻ ആയതുകൊണ്ട് ഞാൻ തിൻ ലൈൻ എടുക്കുന്നു. ഇതിലൂടെ ലൈൻ എടുത്ത് തിൻ ലോക്കസ് ലൈൻ. അപ്പൊ S1 ഡാഷ് കിട്ടി. ഇനി എന്താ ചെയ്യണ്ടേ? S1 ഡാഷിലെ ടോപ്പ് വ്യൂ എന്ത് വരയ്ക്കണം? S1 വരയ്ക്കണം. S1 ഡാഷ് ടോപ്പ് വ്യൂ എവിടെ കിട്ടുക? ലൈൻ ഇൻക്ലൈൻ 30 ഡിഗ്രി ടു HP ആണ്. അപ്പോ ഈ ഇൻക്ലിനേഷൻ എത്രയാണ്? ഈ ഇൻക്ലിനേഷൻ ഇവിടെ വരുന്നത് 30 ഡിഗ്രിയാണ്. ആരോ ഹെഡ് വരയ്ക്കാൻ പറ്റുന്നില്ല കേട്ടോ, ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആരോ ഹെഡ് ഞാൻ വരയ്ക്കുന്നില്ല, നിങ്ങൾ ആരോ ഹെഡ് വരയ്ക്കുക. 30 ഡിഗ്രിയാണ്, 30 ഡിഗ്രി. ഓക്കെ, ഇനി S1 ഡാഷിന്റെ ടോപ്പ് വ്യൂ S1 അത് തിൻ ലൈൻ യൂസ് ചെയ്ത് വരയ്ക്കണം. എന്താണ്? ഇവിടുന്ന് ഒരു പ്രൊജക്ടർ എവിടത്തേക്ക്? ഈ ആറിലേക്ക്. അപ്പൊ ഇവിടെ എന്ത് കിട്ടി? S1 കിട്ടി. ഓക്കെ, അപ്പൊ ഇവിടെ നെയിം ചെയ്യണം S1 നെയിം ചെയ്യും. ഓക്കെ, ആർ ഡാഷും എസ് ഫസ്റ്റ് ഇത് കഴിഞ്ഞു. ഇനിയിപ്പോ എന്താ വേണ്ടേ? ഇനി വേണ്ടത് നമുക്ക് ഇൻക്ലിനേഷൻ വിത്ത് വി പി കൺസിഡർ ചെയ്യണം. അപ്പൊ നമ്മൾ എന്താ യൂഷ്വലി ചെയ്യാറ്? നമ്മൾ ചെയ്യാറ്
ഇവിടെയാണ് 45 ഡിഗ്രി എടുക്കാറ്. ഇങ്ങനെ 45 ഡിഗ്രി ഇവിടെ എടുക്കാൻ പറ്റില്ല. കാരണം അപ്പോഴെന്താണ് എബോവ് എച്ച് പി ആൻഡ് ഇൻ ഫ്രണ്ട് ഓഫ് ഇ പി ആണ് എസ്. അപ്പോൾ ഒബ്ജക്റ്റ് പോയിന്റ് എസ് ഈസ് ഫസ്റ്റ് ക്വാഡ്രന്റ് ആണ്. നമുക്ക് പറഞ്ഞിരിക്കുന്നു പോയിന്റ് എസ് ഈസ് എന്താ സെക്കൻഡ് ക്വാഡ്രന്റ് ആണ്. അപ്പൊ അതെന്ത് ചെയ്യണം, മുകളിലേക്ക് എടുക്കണം. മുകളിലേക്ക് എടുക്കണമെങ്കിൽ ഇവിടെ 45 ഡിഗ്രി ഇൻക്ലൈൻ ഈ ഡയറക്ഷനിലേക്ക് എടുക്കണം, മുകളിലോട്ടേക്ക് എടുക്കണം. എന്നാൽ മാത്രമേ ഇത് മുകളിലേക്ക് എത്തും, 45ലേക്ക്. ഓക്കെ, ഇനി ഞാൻ വീണ്ടും ഇതിനെ കൊണ്ടുവരികയാണ്. ഇതിനെ 0ലേക്ക് പോയിന്റ് സേവ് ചെയ്ത് വെച്ചിട്ട് 45 ഡിഗ്രിയിൽ എത്ര mm വരയ്ക്കണം? എത്ര mm വരയ്ക്കണം? 90 mm വരയ്ക്കണം. ഇത് മാറ്റുന്നു, ഇത് മാറ്റാതെ വരയ്ക്കാൻ പറ്റില്ല. ലൈൻ എടുക്കുന്നു, തിക്ക് ലൈൻ അല്ലേ? എത്രയാണ് വരയ്ക്കേണ്ടത്? 90 mm. അപ്പൊ ഇവിടെ വരെ എത്തിക്കണം. 0 സ്റ്റാർട്ട് ചെയ്യാണ്, 90 mm. അപ്പൊ ഇവിടെയാണ് ഏകദേശം ഇതേ മാത്രമല്ലേ നിങ്ങൾക്ക് വരച്ചവർക്ക് കിട്ടുന്നത് അല്ലേ? ഏകദേശം ഇതേ പൊസിഷനിലല്ലേ കിട്ടുന്നത്. ഇനി എന്ത് ചെയ്യണം? അതിലൂടെ ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കണം, പിൻ ലൈൻ വരയ്ക്കുക. ഓക്കെ, ഈ കിട്ടിയിരിക്കുന്ന പോയിന്റ് ഏതാ? ഈ കിട്ടിയിരിക്കുന്ന പോയിന്റ് ആണ് S2. ഇവിടെ കാണുന്ന S2 ആണത്. അപ്പൊ S2 ഇവിടെ നെയിം ചെയ്യുന്നു, S2. ഓക്കെ, S2 ഇവിടെ കൊണ്ട് നെയിം ചെയ്തിരിക്കുകയാണ്. S2 ഇവിടെ കിട്ടി, ഈ പോയിന്റ് ആണ് S2. ഇനി S2 കിട്ടിക്കഴിഞ്ഞാൽ യൂഷ്വലി നമ്മൾ എന്താ ചെയ്യാ? ഇവിടെ S2 കിട്ടിക്കഴിഞ്ഞാൽ S2 ഡാഷ് മുകളിലോട്ടേക്ക് പ്രൊജക്ട് ചെയ്യുകയാണ് ചെയ്യുക. മുകളിലോട്ടേക്ക് എന്ന് പറഞ്ഞാൽ ഇവിടെ R ഡാഷിന്റെ ലോക്കസിലേക്ക്. ഓക്കെ, R ഡാഷിന്റെ ലോക്കസിലേക്ക്. അപ്പൊ S2 ഏതിലേക്കാ വരയ്ക്കേണ്ടത്? S2 S2 ഡാഷ് കിട്ടാൻ വേണ്ടി ഇതാണ് ഈ ഫിഗറിന്റെ ആവശ്യം വരുന്നത്. ഇവിടെ നോക്കുക, ഈ ജനറൽ ഫിഗർ നോക്കുക. S2 R ഡാഷിന്റെ ലോക്കസിലേക്കാണ് S2 ഡാഷ് കിട്ടേണ്ടത്. ഇവിടെ നമ്മൾ S2 ഇതാണ്. അപ്പൊ R ഡാഷ് എവിടെയാ? ഇവിടെയാണ്. അപ്പൊ ഇവിടത്തേക്കാണ് ലോക്കസ് വരയ്ക്കേണ്ടത്, അല്ലാതെ മുകളിലേക്കോ വേറെ ഏതെങ്കിലും ലൈനിലേക്കോ അല്ല. അതുകൊണ്ടാണ് നോക്കുക R ഡാഷ് ലൈൻ ഇതല്ലേ? ക്ലിയർ അല്ലേ? ഇതേപോലെ ഫോളോ ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ട് വരില്ല. ഇതിനെ ഇവിടെ കൊണ്ടുപോയി വെക്കുക. ഇവിടെ കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാല് ഇവിടുന്ന് R ഡാഷിന്റെ ലൈനിലേക്ക് ലൈൻ വരയ്ക്കുക. ഇപ്പൊ ലൈൻ എടുത്തു, ഇവിടുന്ന് പിൻ പ്രൊജക്ടർ ലൈൻ R ഡാഷ് വരെ മാത്രം. ഈ കിട്ടുന്ന പോയിന്റ് ആണ് S2 ഡാഷ് ആണ്. അപ്പൊ S2 ഡാഷ് കിട്ടിക്കഴിഞ്ഞു. S2 ഡാഷ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യാ? അല്ലെങ്കിൽ S1 കിട്ടിക്കഴിഞ്ഞാൽ എന്താ ചെയ്യാ? S1 കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ നോക്കുക, S1 കിട്ടിക്കഴിഞ്ഞാൽ എസിലേക്കാണ്, S2ന്റെ ലോക്കസിലേക്കാണ് ആർക്ക് വരയ്ക്കേണ്ടത്. അപ്പൊ S1 ഏതാ? ഇതല്ലേ? അപ്പൊ S2ന്റെ ലോക്കസിലേക്കാണ് അപ്പോഴാണ് ഇവിടെ S1 ഇതെന്ത് കിട്ടും? S കിട്ടും. S1 ഇവിടത്തേക്ക് റൊട്ടേറ്റ് ചെയ്താൽ ഇവിടെ S കിട്ടും. അതേപോലെ S2 ഡാഷിന് S ഡാഷിന്റെ ലോക്കസിലേക്ക് വരച്ച് കഴിഞ്ഞാൽ S ഡാഷ് കിട്ടും. നമുക്ക് എന്ത് ചെയ്യണം? ഈ RS1 ആർക്ക് വരയ്ക്കേണ്ടത് എവിടത്തേക്കാണ്? ഇതാണ് RS1 എടുത്തിരിക്കുകയാണ്. ആർക്ക് എവിടത്തേക്കാണ് വരയ്ക്കേണ്ടത്? ഈ എസിലേക്കാണ്, S2 ഈ ലോക്കസിലേക്കാണ് വരയ്ക്കേണ്ടത്. അപ്പോ ഇങ്ങനെ ഇവിടെ ആർക്ക് വരച്ചു കഴിഞ്ഞാൽ ഈ കിട്ടുന്ന പോയിന്റ് ആണ് എന്ത്? ഈ കിട്ടുന്ന പോയിന്റ് ആണ് S1ന്റെ റൊട്ടേറ്റ് ചെയ്തപ്പോൾ കിട്ടിയ ടോപ്പ് വ്യൂ. ഇവിടെ S1 റൊട്ടേറ്റ് ചെയ്ത് കിട്ടിയ ടോപ്പ് വ്യൂ S. ഓക്കെ, അപ്പൊ ഇവിടെ കൊടുക്കുന്നതാണ് S. ക്ലിയർ അല്ലേ? ഇനി S ഇവിടെ കിട്ടിക്കഴിഞ്ഞാൽ RS, അതായത് RS നമുക്ക് തിക്ക് ലൈൻ യൂസ് ചെയ്ത് വരയ്ക്കാൻ പറ്റും. ആ RS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്, ഇവിടെയാണ് R വരുന്നത്. ഓക്കെ, ഇത് ഇങ്ങനെ ലൈൻ വരയ്ക്കാൻ പറ്റണം. ഇതാണ് RS ലൈൻ വരച്ചു. ഇതാണ് ഫ്രണ്ട് വ്യൂ, സോറി ടോപ്പ് വ്യൂ. ടോപ്പ് വ്യൂ ഇവിടെ കിട്ടിക്കഴിഞ്ഞാൽ ഫ്രണ്ട് വ്യൂ എവിടെയായിരിക്കും? ഫ്രണ്ട് വ്യൂ ഇതിന്റെ ഇത് എസും S ഡാഷും സെയിം ലൈനിലായിരിക്കൂലേ? S ഇവിടെയാണെങ്കിൽ S ഡാഷിന്റെ ലോക്കസ് ഇതല്ലേ? അപ്പൊ എന്ത് ചെയ്താൽ മതി? ഇതുവഴി ഒരു ലൈൻ ഇവിടെ വരച്ചാൽ മതി. ഓക്കെ, ഇവിടെ നമുക്ക് എന്ത് കിട്ടും? ഈ പോയിന്റ് ആണ് S ഡാഷ്. ഓക്കെ, ഇത് ഇവിടെ S ഡാഷ് കിട്ടും.
ഇതായിരിക്കും എസ് ഡാഷ്. എസ് ഡാഷ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആർ ഡാഷ് എസ് ഡാഷ് ജോയിൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണേ, ആർ എസ് ഡാഷ് ജോയിൻ ചെയ്യരുത്, ആർ ഡാഷ് അതുകൊണ്ട് നെയിം ചെയ്യാൻ പറഞ്ഞ ആർ ഡാഷ് അത് ഇൻലൈനായി ആർ ഡാഷ് എസ് ഡാഷ് ഇവിടെ ജോയിൻ ചെയ്യും. രണ്ടും ഒരു ചെറിയ വ്യത്യാസം മതി, പോയിന്റിൽ മാറിപ്പോയി ഇങ്ങനെ കിട്ടും. ഇതാണ് പ്രൊജക്ഷൻ. ഇനി ഇങ്ങനെയും ചെയ്യാം, നമുക്ക് ഈ റൊട്ടേഷൻ ചെയ്താലും കിട്ടും. ഈ S2 ഇല്ലേ, ഈ RS2 ഓക്കെ, RS2 ആർ ഡാഷ് കണ്ടോ, ഇതിനെ ഇവിടത്തേക്ക് എടുക്കുക, ഈ പോയിന്റിലേക്ക് എടുക്കുക, എന്നിട്ട് ഇങ്ങോട്ടേക്ക് ആർക്ക് വരച്ചു കഴിഞ്ഞാൽ ഈ പോയിന്റിലേക്ക് എത്തണം കണ്ടോ, ഈ പോയിന്റിലേക്ക് എത്തണുണ്ടോ, കറക്റ്റ് എത്തണുണ്ടോ? ഇതാണ് ഇതിന്റെ ആൻസർ. പിന്നെ ഡയമെൻഷൻ കൂടെ ബാക്കിയുണ്ട്. ഡയമെൻഷൻ എന്താണ്? ഇത് ഡയമെൻഷൻ ചെയ്ത് വെക്കുക. ഇത് 10 ആണ്, ഇത് 15, പിന്നെ ഈ ആംഗിൾ 45 ഡിഗ്രി, ലൈനിന്റെ ലെങ്ത് 90 mm. ഓക്കെ.